ലാൽ സലാം എന്ന് പറയുന്നതിന് എന്താണ് കുഴപ്പം? റെഡ് സല്യൂട്ട് അത് 100% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യമാണത്. 100% ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യമാണത്. ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളമ്പാനുള്ള സ്ഥലമല്ല പറയുന്നത്. ഇത് ദേശഭക്തി ഗാനമാണ്. ഈ രാജ്യത്തിനെ അമ്മയായി കാണുന്ന, ഈ രാജ്യത്തിനെ ദൈവമായി കാണുന്ന ഒരു ഗാനമാണത്. അതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. അതേസമയം പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടും ഇൻക്ലാബ് സിന്ദാബാദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമാണ് അതിന്റെ അകത്തുള്ളത്. എന്നാൽ ഇതിന്റെ അകത്ത് ദേശഭക്തി മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തൊരു ക്ഷേത്രോത്സവത്തിനിടയിൽ ദേശഭക്തി ഗാനം പാടുന്നതിന്റെ ദേശഭക്തി ഗാനം മത്സരം വരെയുണ്ട് ഇവിടെ സ്കൂളുകളിലും ഇവിടെയൊക്കെ. അല്ലാതെ അവിടെ മുദ്രാവാക്യ മത്സരമില്ല. ദേശഭക്തി ഗാന മത്സരം, ദേശഭക്തി ഗാനമുണ്ട് ഇവിടെ. ദേശഭക്തി ഗാനമാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം ദേശഭക്തി എന്ന് പറയുന്ന അവരുടെ രക്തത്തിലുള്ള കാര്യമാണത്. അവർ ദേശഭക്തി ഗാനങ്ങൾ പാടും. ഈ നാട്ടിലെ ജനങ്ങളും ദേശഭക്തി ഗാനങ്ങൾ പാടും. ഈ വരികൾക്കകത്ത്, ആ കണ്ടന്റിന്റെ അകത്ത് എന്താണ് പ്രശ്നമുള്ളത്? അതേസമയം പുഷ്പനെ അറിയാമോ എന്നുള്ള കണ്ടന്റിന്റെ അകത്ത് പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമരപ്രഖ്യാപനമാണത്, അല്ലെങ്കിൽ വിപ്ലവ പ്രഖ്യാപനമാണത്. എന്നാൽ ഇതല്ല. ഇത് രണ്ടും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഹലോ സാർ പറയൂ, കേൾക്കാം. ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ RSSന്റെ ഗണഗീതം, ONV കുറിപ്പ് എഴുതിയ ഗണഗീതമുണ്ട്. ഭാരത ഹൃദയ വിഭജിയിൽ ഉണരും രാഗമാലിക നാം, നാനാവർണ്ണ മനോഹരമായൊരു രാഗമാലിക നാം. എന്താണ് ഈ വരികളിലെ പ്രശ്നം? ഇതുപോലെയുള്ള വരികളും ഇതുപോലെയുള്ള ഗാനങ്ങളും RSS നെഞ്ചേറ്റുന്നുണ്ടെങ്കിൽ അത് RSSന്റെ രക്തഗുണം അതാണ്. മറ്റവർക്ക് അത് കേൾക്കുമ്പോൾ വിരളി പിടിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ രക്തഗുണമാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തില്. രക്തശുദ്ധിയുടെ വംശശുദ്ധിയുടെ ഒന്നും ആരും ഊറ്റം കൊള്ളണ്ട. ചാതുർവർണ്ണയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സംഘടനാ സെറ്റപ്പാണ് എന്ത് പറഞ്ഞാലും ഉടനെ ചാതുർവർണ്ണയം, തേങ്ങാക്കൊല, മാങ്ങാക്കൊല കൊണ്ടുവരും. ചാതുർവർണ്ണയം, ബ്രാഹ്മണിക്ക് ശിക്ഷാമണി, തേങ്ങാക്കൊല. ആദ്യം നിങ്ങളുടെ നേതാവിന്റെ പേരിലുള്ള നമ്പൂതിരിപ്പാട് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ വർത്താനം പറ. നമ്പൂതിരിപ്പാടെന്നും പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ആ നമ്പൂതിരി എടുത്തിട്ട് നിങ്ങൾ വലിയ ബ്രാഹ്മണിക്കും ശിക്ഷാമണിയുടെ കാര്യം പറ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൊണ്ട് തുടങ്ങിക്കോളും. ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല നിങ്ങൾക്ക് പറയാൻ. ഇതല്ലാതെ ദേശഭക്തി അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ദേശദ്രോഹികളും ബാക്കിയുള്ളവരെല്ലാം പാകിസ്ഥാനി ദേശഭക്തി ഉള്ളവർക്ക് ഈ ഗാനം കേട്ടാൽ ഇഷ്ടപ്പെടും. ഇല്ലാത്തവർക്ക് ഭ്രാന്ത് പിടിക്കും. അത് ഞങ്ങൾ ചെയ്യാനാ, ബാക്കിയുള്ളവർ ചെയ്യാനാ. നിങ്ങൾക്ക് ദേശഭക്തി ഗാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്, അല്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നമല്ല. ദേശഭക്തി ഗാനം കേട്ടാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ചെയ്യണമെന്നേ. പോയി ചികിത്സിക്കണമേ. നടക്കുന്നുണ്ടല്ലോ, കൊണ്ടുപോയി ചികിത്സിക്കുക. നിങ്ങളുടെ അസുഖം വേറെയാ, നിങ്ങളുടെ അസുഖം വേറെയാ, അല്ലാതെ വേറെ ഒന്നുമല്ല. അമ്പലത്തിൽ കൊണ്ടുവരുന്ന ഈ വരികളിലെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറ. ഈ വരികൾക്കുള്ളിലെ പ്രശ്നം എന്താണ്? ഒരു പ്രശ്നവുമില്ല. ഈ വരികൾക്ക് ഈ കണക്കിന്റെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ദേശഭക്തി രാഷ്ട്രീയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. ഇതിന്റെ അകത്ത് ദേശഭക്തി മാത്രമേ ഉള്ളൂ. അത് മാത്രം. അത് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം വേറെയാണ്. ശരി, ഇതിന് രണ്ടിനും ഇടയിലുള്ളത് കുറച്ച് ക്ഷേത്ര വിശ്വാസികളാണ്. ശ്രീ ഷാബു പ്രസാദ് ഒപ്പം ജയരാജ്. ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികളുടെയാണ്, പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസികളുടെയാണ്. അവർക്ക് ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. ഹിന്ദുത്വവാദികളുടേതല്ല, അതാണ് പ്രശ്നം. ഹിന്ദുത്വവാദികളുടേതുമല്ല, മറിച്ച് വിപ്ലവക്കാരുടേതുമല്ല. ആ ഒരു പ്രശ്നവുമുണ്ട്. അത്തരം വിഷയങ്ങളുണ്ട്. ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ടല്ലോ.
ഇവരെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് ഇവരുടെ ആ വിപ്ലവഗാനം പാടിയപ്പോ കോടതി പോയല്ലോ, ഇവർക്ക് കണ്ടല്ലുറപ്പുണ്ടെങ്കിൽ ഈ ഗണഗീതത്തിന്റെ പേരിൽ കോടതി പോകും, എന്നിട്ട് കോടതിയിൽ പറയും. മാത്രമല്ല അന്ന് കോടതിയിൽ പോയിട്ടത് ഗായകനെതിരെ മാത്രമാണ് കേസും, ബാക്കി എല്ലാവരും കൈ ഒഴിഞ്ഞു. അതല്ല ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഈ പറയുന്ന ഇത്ര വലിയ അസുഖമുള്ളവർക്ക് അവര് കോടതി പോകും. ഇപ്പത്തെ ഒരു കോടതി കേസ് കഴിഞ്ഞില്ല വിപ്ലവഗാനത്തിന്റെ പേരിൽ, ഈ പാട്ടിന്റെ പേരിൽ കോടതി പോകും, എന്നിട്ട് കോടതിയിൽ പറയും. കോടതി എന്ത് പറയുന്നു നമുക്ക് നോക്കാം. ധൈര്യമുണ്ടോ കോടതി പോകാൻ? വർഗീയ തിമിരം ബാധിച്ച കണ്ണുകളോട് നോക്കുമ്പോൾ തലയ്ക്ക് അസുഖമുള്ള താങ്കൾക്കാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.